ഗേയ്സ്, എല്ലാവർക്കും സുഖം തന്നെയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ സാജിനെ പറ്റിയാണ് പറയുന്നത്. അവൾ എവിടെ പോയാലും രക്ഷപ്പെടേണ്ടേക്കുണ്ട്. അവളുടെ ഉമ്മയെയും ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെയൊക്കെ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാലാണ് അവൾക്ക് എവിടെ പോയാലും രക്ഷപ്പെടുള്ളൂ. അത് പറയേണ്ടത് അവളെ മെയിനായിട്ടുള്ള കാര്യമാണ്. മെയിനായിട്ട് അവളെ ഉമ്മാനെ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാലേ പറ്റുകയുള്ളൂ. അത് ചെയ്യാതെ ഇരിക്കുന്നത് ഭയങ്കര തെറ്റായൊരു കാര്യമാണ്. ഈ സാജി പിന്നെ ചെയ്തത് ഒട്ടും ശരിയില്ല. ഓളെ ഉമ്മയെ കൊണ്ട് കുറ്റം പറഞ്ഞത് ഒട്ടും ശരിയല്ല. കാരണം മാതാവ് എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിനി എന്നേക്കാളും നീ മുന്തിക്കേണ്ടത് മാതാവിനെയാണ്. നമ്മൾ ഒരു കാലിന് വെച്ച് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് മാതാവിനെയാണ് അല്ലേ? ഏത് മതത്തിലായാലും മാതാവിനെയാണ് വിളിക്കുക. അപ്പം അങ്ങനത്തെവരെ കൊണ്ട് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പാടില്ല. ഒരു മാതാവ് ഒരിക്കലും ഒരു മക്കളെ മോശമായ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുകയില്ല. ഒരു മാതാവ് ഒരു ജീവിയും അങ്ങനെ നിൽക്കുകയില്ല. സാജി പറഞ്ഞ നെഗറ്റീവുകൾ അത് ഒരിക്കലും ആർക്കും ഒരു മനുഷ്യനിക്കും സഹിക്കാൻ പറ്റാത്തതാണ്. അവൾ ശരി തന്നെ 5 മക്കളെ പോറ്റുന്നുണ്ട്. അത് ശരിയായിരിക്കാം. ആ മക്കളെ വെച്ച് അവൾ മുതലെടുക്കാൻ പാടില്ല. കാരണം അവളൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവൾ ചെയ്തത് എല്ലാവർക്കും തെറ്റുപറ്റും. പക്ഷെങ്കിൽ അത് തിരുത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഈ അവളെ മാതാവിനോടും സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ആ സ്ത്രീ മാപ്പ് പറയുകയും ചെയ്യണം. എന്നാലാണ് അവളോട് എനിക്കൊരു ദേഷ്യമില്ല. എനിക്ക് അവളോട് സ്നേഹം തന്നെയാണുള്ളത്. അവൾ 5 കുട്ടികളെ വളർത്തിയെടുക്കാൻ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം അവൾക്ക് മാപ്പ് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. അവൾ ചെയ്തത് തെറ്റാണ്. എന്ത് തെറ്റും മാതാവ് ചെയ്താൽ അത് സഹിക്കാൻ ഒരിക്കലും ഒരു മക്കൾക്ക് കഴിയും. കാരണം എന്ന് വെച്ചാൽ മാതാവ് ഒരിക്കലും അങ്ങനെ ഒരു മക്കൾക്ക് ദ്രോഹമായി ഒരു മാതാവും ഒരിക്കലും ചെയ്യില്ല. 100 വട്ടം ഞാൻ പറയുകയാണ്, ഒരു മാതാവും ചെയ്യുകയില്ല. ഓക്കേ.